വിഷയത്തിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വരികയാണ്. നമ്മുടെ വിഷയം ഇവിടെ പറഞ്ഞു ആന്ത്രോപോളജിയാണ്. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കാണല്ലേ. ഇംഗ്ലീഷിൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് മനുഷ്യനെക്കുറിച്ചാണ്, മനുഷ്യശാസ്ത്രത്തെക്കുറിച്ചാണ്. അപ്പം ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനെക്കുറിച്ച് വളരെയധികം സംസാരിക്കുന്നുണ്ട്. മനുഷ്യനാണ് എല്ലാത്തിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തി. ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് മുമ്പോട്ട് പോട്ടെ. മനുഷ്യനില്ലാത്ത ഒരു ലോകം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എങ്ങനെ ഉണ്ടാവും? മനുഷ്യനില്ല, ലോകമുണ്ട്, പക്ഷെ മനുഷ്യനില്ല, എങ്ങനെ ഉണ്ടാവും? നമ്മളാരും ഉണ്ടാവത്തില്ലല്ലേ. അതിന് തന്നെ സമാധാനം ഉണ്ടാവും. അത് കൊള്ളാം, സമാധാനം ഉണ്ടാവുന്ന ജോയൽ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ ഇല്ലാത്തൊരു ലോകത്തെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ദൈവം മനുഷ്യനെ അത്ര ശ്രേഷ്ഠനായിട്ടാണ് ഈ ഭൂമിയിൽ ആക്കിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മനുഷ്യനില്ലാതെ ഈ ലോകം അത് ഒന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യൻ സകല സൃഷ്ടികളിലും വെച്ച് ഏറ്റവും പ്രത്യേകതയുള്ള ഒരുവനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ജന്തുവായിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് ദൈവം സൃഷ്ടിച്ചു. ഞാനിവിടെ തുടങ്ങിയപ്പോൾ ജന്തു എന്ന വാക്ക് ഉപയോഗിച്ചു, മനുഷ്യൻ എന്ന വാക്ക് ഉപയോഗിച്ചു, മൃഗം എന്ന വാക്കും ഞാൻ ഇടയ്ക്ക് ഒന്ന് ഉപയോഗിക്കും. ഇതിനൊക്കെ കാരണം ഞാൻ പിന്നീട് പറയുന്നതാണ്. അപ്പോൾ ഏതായാലും മനുഷ്യനെ ഇങ്ങനെയൊക്കെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഞാൻ ഈ പറഞ്ഞ ആശയം വേദപുസ്തകത്തിൻ്റെ ആശയങ്ങളല്ല, ചില ആശയങ്ങളൊക്കെ പൊതുവെ നമ്മൾ കേൾക്കുന്ന ആശയങ്ങളും കൂടെയുണ്ട്. അപ്പം ഇതെല്ലാം ചേർന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ സൃഷ്ടിയെ ഭരിക്കാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരുവനാണ് നമുക്കറിയാം മനുഷ്യൻ എന്നവൻ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രാധാന്യം പോലെ വേറെ ഒന്നിനും പ്രാധാന്യം കൊടുത്തിട്ടില്ല. സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ സൃഷ്ടിയുടെ പ്രത്യേകത കുറിച്ച് പറയാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. ദൈവം സൃഷ്ടിച്ച സകലത്തെയും പറയുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് അതിലേക്കാണ് ഞാൻ മനുഷ്യനെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ, സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സൃഷ്ടിയൊക്കെ ദൈവം എന്തിനു വേണ്ടി നൽകി എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ദൈവം പറയും, അത് മനുഷ്യന് വേണ്ടിയിട്ടാണ് ദൈവം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യനാണ് ശ്രദ്ധയുടെ കേന്ദ്രം എന്ന് നമുക്ക് അറിയാം. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ മനുഷ്യൻ, അവൻ്റെ ജീവിതം, പ്രവൃത്തികൾ, അവൻ ചെയ്യുന്നതായ അവൻ്റെ വികാരങ്ങൾ, പോരാട്ടങ്ങൾ, അവൻ്റെ പാപം, ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ചേ മതിയാകുകയുള്ളൂ. പ്രത്യേകിച്ച് മനുഷ്യനെക്കുറിച്ചുള്ള സത്യങ്ങൾ അവൻ്റെ സ്രഷ്ടാവായ ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ടതായതുകൊണ്ട് ഈ ഗൗരവപൂർവമായ പഠനം നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് ഞാൻ മനുഷ്യനെക്കുറിച്ച് പഠിക്കണം എന്ന് ചോദിച്ചാൽ, ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞ് പറയുമ്പോൾ നിങ്ങൾ എന്നോട് കൂടെ പല കാര്യങ്ങളിലും യോജിക്കും. പ്രത്യേകിച്ച് നമ്മൾ എങ്ങനെ ഒരാളെ വീക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കുറച്ചും കൂടി ആഴമായിട്ട് ചിന്തിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഈ മനുഷ്യനെക്കുറിച്ച് നമ്മൾ പഠിക്കണം? എന്തുകൊണ്ട് പഠിക്കണം? അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് പഠിക്കേണ്ടത്? നമ്മൾ ഇത്രയും നേരം മുഖവരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. മനുഷ്യൻ വേണം, മനുഷ്യനില്ലാത്ത ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, ഒക്കെ ശരിയാ. അപ്പം നമുക്ക് അടുത്ത ചോദ്യം, എന്തുകൊണ്ട് ഞാൻ ഇതിനെ പഠിക്കണം? പഠിക്കേണ്ട കാരണം ഏറ്റവും ആദ്യം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് ഏത്? മനുഷ്യനെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം. മനുഷ്യനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പോലും അത് പ്രശ്നമുള്ളതായിട്ട് മാറും. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ആരാണ്, ഞാനും നിങ്ങളും ആരായിട്ടാണ് ദൈവം നമ്മളിവിടെ ആക്കിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ശരിയായി കർത്താവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം തന്നെയാണ്. അപ്പോൾ മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് ഈ ഭാഗം നമുക്ക് ഉത്തരം നൽകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ, അതുപോലെ തന്നെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, രക്ഷയുടെ ആവശ്യം, ക്രിസ്തുവിൻ്റെ ദൗത്യം, സഭയുടെ സേവനം, വിശുദ്ധ ജീവിതത്തിൻ്റെ ആവശ്യകത, ഇതൊക്കെ നിർണയിക്കുന്നത് മനുഷ്യനാരാണ് എന്ന അടിസ്ഥാനത്തിലാണ്. നമുക്ക് ദൈവത്തെ വേണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമുക്ക് ദൈവം വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്?
ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്, നമ്മൾ സൃഷ്ടിയാണ്, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ആദ്യത്തെ കാര്യം. പക്ഷേ ഇതിനു മുൻപ് ഇതിനോട് കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. മനുഷ്യനെ കുറിച്ച് പല തെറ്റായ കാഴ്ചപ്പാടുകളുണ്ട്. ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഇത് പഠിക്കുന്നതിൻ്റെ ആവശ്യം നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ചിന്താഗതികളെ മാറ്റും. അതുകൊണ്ട് ഞാൻ ഇത് തൊട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഓക്കെ, ഞാൻ അത് അവിടെ വെക്കുന്നേക്കാൾ മുൻപ് ഞാൻ ചോദിക്കട്ടെ, മനുഷ്യനെക്കുറിച്ചുള്ള സാധാരണഗതിയിലുള്ള ചിന്താഗതികൾ എന്തൊക്കെയാണ്? മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഉള്ള ചിന്താഗതികൾ എന്തൊക്കെയായിരിക്കും? ജോയലെ കേട്ടില്ല. ഞാൻ പെട്ടെന്ന് ചോദിക്കുക ജോയലിനോട്, ജോയൽ ആരാണ് എന്ന് ചോദിച്ചാൽ ജോയൽ എന്ത് പറയും? ദൈവമകനാണെന്ന് പറയും. പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഒരു ഉത്തരം, അല്ലേ? ഓക്കെ, മനനം ചെയ്യുന്നവൻ, ഓക്കെ, ചിന്തിക്കുന്നവൻ. ഓക്കെ, അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ ചിന്താഗതികൾ മനുഷ്യനെ കുറിച്ചുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ചിന്താഗതി എന്നുള്ളത് മനുഷ്യൻ ഒരു യന്ത്രമാണ്. ഇത് പണ്ടുണ്ടായിരുന്ന ചിന്താഗതിയാ, പക്ഷെ ആ ചിന്താഗതി യാഥാർത്ഥ്യത്തിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഉണ്ട്. മനുഷ്യൻ ഒരു യന്ത്രമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? മനുഷ്യനൊരു യന്ത്രമാണെന്ന് പറയുമ്പോൾ കേട്ടില്ല. ഓക്കെ, സാങ്കേതികമായിട്ടൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവൻ. ഓക്കെ, വേറെന്തെങ്കിലും? നിയന്ത്രിക്കപ്പെടുന്നവൻ. ഓക്കെ, നിയന്ത്രിക്കപ്പെടുന്നവൻ. ഓക്കെ, വേറെന്തെങ്കിലും? അച്ഛാ കേട്ടില്ല. യാന്ത്രികമായി ചിന്തിക്കുന്നവൻ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ മനുഷ്യനെ അവർ കാണാനായിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു യന്ത്രമാണെന്ന് പറയുമ്പോൾ അവൻ പണിയെടുക്കാൻ വേണ്ടി മാത്രം ഉള്ളവനാണ് എന്ന ചിന്താഗതിയാണ് മനുഷ്യനെ സംബന്ധിച്ചോളം ഉള്ളത്. നമുക്കറിയാം, ഈ പറയുന്നതായ ലോക യുദ്ധങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം, മഹായുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ്, അതിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. മനുഷ്യൻ ആരാണ്? മനുഷ്യൻ അവൻ പണിയെടുക്കേണ്ടവനാണ്. ഈ പറയുന്ന ഹിറ്റ്ലർ പോലും എന്തുകൊണ്ടാണ് മനുഷ്യനെ ഇത്രമാത്രം ഹീനമായ രീതിയിൽ അവനെ ആക്രമിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അവൻ കണ്ടത് മനുഷ്യനെ വെറും ഒരു യന്ത്രമായിട്ടാണ്. പണിയെടുക്കാൻ കഴിഞ്ഞാൽ നീ പ്രയോജനമുള്ളവനാ, അല്ലെങ്കിൽ നീ പ്രയോജനമില്ലാത്തവനാണ്. ഇത് മനുഷ്യനെക്കുറിച്ചുള്ള ഒരു തെറ്റായ ചിന്താഗതിയാണ്. ഈ ചിന്താഗതി നമ്മുടെ സഭയിലുണ്ടോ? ഈ ചിന്താഗതി നമ്മുടെ സഭയിൽ വരാറുണ്ടോ എപ്പോഴേലും? ഞാൻ ഇവിടുത്തെ സഭയുടെ കാര്യമല്ല പറഞ്ഞു, പൊതുവായുള്ള കാര്യം പറഞ്ഞു. എനിക്കറിയത്തില്ല ഇവിടുത്തെ സഭയുടെ കാര്യം, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നമ്മുടെ പൊതുവായ കാര്യം. ഈ ചിന്താഗതി എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വിലയിടുന്നത് അവൻ്റെ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അവൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവനെ ഇടാനായിട്ട് പോകുന്നത്. ഈ ചിന്താഗതി നമ്മുടെ സഭയിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്തായിരിക്കും? ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇനി അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തായിരിക്കും സാറേ? വേർതിരിവുണ്ടാവും. ഓക്കെ, വേറെന്തെങ്കിലും? ഈ ചിന്താഗതി നമ്മുടെ സഭയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? കഴിവില്ലാത്തവൻ അവഗണിക്കപ്പെടും. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ചിന്താഗതികളെക്കുറിച്ച് ഏറ്റവും ആദ്യം പറഞ്ഞത് എന്ന് ഞാൻ പറയാൻ തുടങ്ങിയതിൻ്റെ കാരണം, ശരിയായ ഒരു ബോധ്യം മനുഷ്യനെക്കുറിച്ച് നമുക്കില്ലാതെയാകുമ്പോൾ സഭയിലുള്ള ഓരോ വ്യക്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും വ്യത്യസ്തമായിരിക്കും. ഈ ഒരു സ്വഭാവം, അതായത് മനുഷ്യൻ ഒരു യന്ത്രമാണ് എന്ന ചിന്താഗതി ഉണ്ടായിരുന്ന കാലത്ത് അന്നുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ കണ്ടത് മുഴുവനും അവൻ ചെയ്യുന്നതായ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്.
അവന് എത്ര കഴിവുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സഭാ ജീവിതത്തിൽ പോലും എനിക്ക് വിലയുള്ളത് എപ്പോഴാ എൻ്റെ കഴിവ് ഇവിടെ ഉപയോഗിക്കാൻ കഴിയുമ്പോൾ മാത്രം. അങ്ങനെ കഴിവില്ലാത്തവനായി ഞാൻ മാറിക്കഴിഞ്ഞാൽ എൻ്റെ വില എന്തായിരിക്കും? ഞാൻ മനുഷ്യനെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ വിശ്വാസികളെ കാണുന്നത് അവർക്കുള്ള കഴിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തായിരിക്കും പ്രശ്നം വരാൻ പോകുന്നത്? എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു കാലം വരും. ഞാൻ പ്രയോജനമില്ലാത്തവനായിട്ട് തീരുന്ന ഒരു കാലം വരും. എൻ്റെ ചോദ്യം, അന്ന് എങ്ങനെയായിരിക്കും നമ്മൾ മറ്റുള്ളവരെ കാണാൻ പോകുന്നത്? അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ ഒരു കാര്യമാണ്. അപ്പോൾ മനുഷ്യൻ ഒരു യന്ത്രമാണ് എന്ന ചിന്താഗതി അത് വളരെയധികം നമ്മുടെ ഇടയിൽ ഇടയ്ക്കെങ്കിലും വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന പല രീതിയിലുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടു സഹോദരന്മാരെ നോക്കുമ്പോൾ അവർക്ക് എന്തോരം കഴിവുണ്ട് എന്നുള്ളതായ കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കുന്നവരായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ എത്ര ശുശ്രൂഷ ചെയ്യാൻ കഴിയും, എന്തൊക്കെ ശുശ്രൂഷകൾ ചെയ്യാൻ അവർക്ക് കഴിവുണ്ട്, അതുപോലെ തന്നെ എത്ര പേര് അവരെ കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്, എത്ര പണം അവർ നൽകുന്നു, ഇതൊക്കെയാണ് അവരുടെ അടിസ്ഥാനം. നമുക്കറിയാം, നമ്മുടെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, IT ഫീൽഡിൽ എങ്ങനെയാ ശമ്പളം? പെർഫോമൻസാ, അല്ലേ? IT ഫീൽഡിലെ ശമ്പളം എന്നുള്ളത് പെർഫോമൻസാണ്. ഇനി പെർഫോമൻസ് അവിടെ നിൽക്കട്ടെ, പെർഫോമൻസിൻ്റെ കൂടെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ സ്കില്ലുണ്ട്. ഓക്കെ, സ്കില്ലുണ്ട്, അതിൻ്റെ കൂടെ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ വെച്ചാ അളക്കുന്നേ? നമ്മുടെ പ്രൊഡക്ടിവിറ്റി, അല്ലേ? സ്കില്ലുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്ത് തീർത്ത് കൊടുക്കാൻ പറ്റിയാൽ ഞാൻ പ്രയോജനമുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ പ്രയോജനമില്ലാത്തവനായിട്ട് തീരും. സഭയിൽ ഇത് വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ഇത് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോട്ടെ. ഇനി അടുത്ത ചിന്താഗതി. അപ്പോൾ ആദ്യം പറഞ്ഞു മനുഷ്യൻ ഒരു യന്ത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശുശ്രൂഷയ്ക്കൊക്കെ അവിടെ വരുന്നത്, ശുശ്രൂഷയ്ക്കല്ല പ്രാധാന്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പ്രിയ ജോയൽ പറഞ്ഞു, ശുശ്രൂഷ ഒരു പെർഫോമൻസ് ആകും. സഭാജീവിതം ഒരു പെർഫോമൻസ് ആകും. എപ്പോഴാണെന്നറിയാമോ? ഞാൻ മറ്റുള്ളവരെ കാണുന്ന ഒരു യന്ത്രമായിട്ടാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ കഴിവുണ്ട്, എന്ത് കഴിവ് അവനുള്ളത് എന്ന് മാത്രം ചിന്തിക്കുമ്പോൾ ആ ഒരു പെർഫോമൻസ് മാത്രമായിട്ട് ശുശ്രൂഷകൾ മാറും, ശുശ്രൂഷകൾക്ക് ബന്ധമില്ലാതെ മാറുകയും ചെയ്യും. ഇത് സഭയിലും വരാൻ സാധ്യതയുള്ളതാണ്, പക്ഷേ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും രണ്ടാമത്തെ ചിന്താഗതി എന്താണ്? മനുഷ്യൻ ഒരു മൃഗമാണ്. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്, അല്ലേ? ശരിയാണോ? സാമൂഹിക ജീവി അവിടെ നിൽക്കട്ടെ. അതിന് മുൻപ് മനുഷ്യൻ ഒരു മൃഗമാണ്. ഓക്കെ, എന്നെ കേൾക്കുന്ന സയൻസ് പഠിക്കുന്ന കൂട്ടുകാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിച്ചോട്ട് ഞാൻ മുമ്പോട്ട് പോവാം. മനുഷ്യൻ എങ്ങനെയാ ഉണ്ടായേ? മനുഷ്യൻ എങ്ങനെ ഉണ്ടായേ? നമ്മുടെ സയൻസ് ടീച്ചർ നമ്മളെ പറഞ്ഞെന്ന് പറഞ്ഞു. മനുഷ്യൻ എങ്ങനെ ഉണ്ടായേ? കേട്ടില്ല? കുരങ്ങിന്ന്. ഓക്കെ, കുരങ്ങിൽ നിന്നാണോ ഉണ്ടായത്? അങ്ങനെ അല്ലല്ലോ നമ്മുടെ സയൻസ് ടീച്ചർ പറഞ്ഞു തന്നെ. താങ്ക് യു. ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ, അല്ലേ? വി ആർ ദ പ്രൊഡക്റ്റ് ഓഫ് എവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ശരിയാ, അവസാനത്തെ കണ്ണി എന്നുള്ളത് കുരങ്ങാണ്. അങ്ങനെ നമ്മൾ കുരങ്ങിൽ നിന്ന് വന്നു എന്നാണ് അവർ പറയാനായിട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ മനുഷ്യനെ അടുത്തൊരു വീക്ഷണം എന്നുള്ളത്, മനുഷ്യൻ ഒരു മൃഗമാണ്.
എന്ന് പറഞ്ഞാൽ ഈ മൃഗത്തിൻ്റെ പ്രത്യേകത എന്താ? മൃഗത്തിൻ്റെ പ്രത്യേകത എന്താ? എന്തും ചെയ്യാം, എങ്ങനെ വേണം ജീവിക്കാം, ആർക്കും അതിനോടൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ വളരെ പെട്ടെന്ന് വരാം. ഈ ഒരു ചിന്താഗതി സഭയിൽ വന്നാൽ എന്തായിരിക്കും പ്രശ്നം? സഭയിൽ ഇങ്ങനെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മൃഗമാണെങ്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് അളവിൽ മാത്രമാണ്, സ്വഭാവത്തിലല്ല. മനുഷ്യൻ്റെ പെരുമാറ്റം ജൈവ പ്രേരണകളാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നാണ് ഈ ആശയം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ റിയാക്ഷനാണ് എന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പറയുന്നതെങ്കിൽ, ഞാൻ തിരിച്ചു വരികയാണ് നമ്മുടെ സഭകളോടുള്ള ബന്ധം വരിക. ഇതാണ് നമ്മുടെ ചിന്താഗതിയെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അതായത് ഞാൻ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ റിയാക്ഷനാണ്, എൻ്റെ പ്രശ്നമല്ല. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പം? ഞാനൊന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഞാൻ ഇങ്ങനെ നടക്കുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചിന്താഗതി കൊണ്ടല്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി പോണേ എന്ന് ചോദിച്ചാൽ അത് എൻ്റെ കെമിക്കൽ റിയാക്ഷൻ കാരനാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ നിന്നെ ഒരു അടി വന്നു കഴിഞ്ഞാൽ എൻ്റെ കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവോ? ഉണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മനുഷ്യനൊരു മൃഗമാണെന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവർ ചെയ്യുന്നത് ഓക്കെ, ഇവർ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? അവർ പറയും, പാപം ഇത് നോർമലാന്നേ. മൃഗത്തിൻ്റെ സ്വഭാവമാണ് അല്ലേ? മൃഗം എങ്ങനെയാ? ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പറയും, അത് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തിരുത്താൻ പറ്റില്ല. സഭയിൽ ഇങ്ങനത്തെ ചിന്താഗതി ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പൊതുവേ ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? അവർ പറയുന്നത്, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് വരുമ്പോൾ എന്ത് ചെയ്യണം? അതങ്ങ് ചെയ്തോട്ടെ, അതിനെ നമ്മൾ എന്ത് ചെയ്യരുത്? സപ്രസ് ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തരുത്. അടിച്ചമർത്തി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഈ ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാമോ? വിശുദ്ധിക്ക് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാകില്ല. കാരണം കെമിക്കൽ റിയാക്ഷൻ അല്ലേ, എങ്ങനെ വേണമെങ്കിലും ആകാം. ഞാൻ പറയട്ടെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ മതി, അവരൊക്കെ കാണുന്നതായ ലോകം എന്നുള്ളത് അവർക്ക് ഏതറ്റം വരെ പോകാൻ പറ്റും എന്ന ചോദ്യമുള്ള ഒരു ലോകത്തിലാണ്. എന്ന് പറഞ്ഞാൽ പാപത്തോടുള്ള ബന്ധത്തിൽ ഏതറ്റം വരെ ഞങ്ങൾക്ക് പോകാൻ കഴിയും, എന്നിട്ടും സേഫായിട്ട് കളിക്കാൻ പറ്റും. അതാണ് ഞങ്ങളുടെ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിന്താഗതി, മൃഗമാണ് എന്ന ചിന്താഗതി വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ കേൾക്കുന്ന കാണുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നമ്മുടെ സ്കൂളിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങൾ, ജെൻഡർ ഐഡൻറ്റിറ്റി, പിന്നെ LGBTQ അല്ലേ? നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ട, അവരെയൊക്കെ എന്ത് ചെയ്യണം? ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന ആൾക്കാരായിട്ട് നമ്മളൊക്കെ തീരണം. ഇങ്ങനെയൊക്കെയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ചിന്താഗതി സഭയ്ക്കകത്തും കൂടിയും വരുമ്പോഴാണ് പ്രശ്നം. എന്താ പ്രശ്നം എന്നറിയാമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നേച്ചറായിട്ട് മാറും. സെൽഫ് കൺട്രോൾ ഒന്നും വേണ്ട, പിന്നെ ഇതൊക്കെ നേച്ചറാണേ, നാച്ചുറൽ, ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് മാറും. ഇനി മൂന്നാമത്തെ ചിന്താഗതി, മനുഷ്യനെ കുറിച്ചുള്ള മൂന്നാമത്തെ ചിന്താഗതി, മനുഷ്യൻ ഒരു ലൈംഗിക ജീവിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ സെക്ഷൽ ബീയിങ്. ഇങ്ങനത്തെ ചിന്താഗതി സമൂഹത്തിലുണ്ട്. ഇതാരെ കൊണ്ടുവന്നതെന്നറിയാമോ?
ഇത് കൊണ്ടുവന്നത് ഒരു സൈക്കോളജിസ്റ്റാണ്. അയാളുടെ പേര് സിഗ്മണ്ട് ഫ്രൂയിഡ് എന്നാണ്. ഇദ്ദേഹം കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ 3 വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം നമ്മളെ അളക്കാൻ പോകുന്നത്. ഇദ്ദേഹം അളക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒന്ന് ഇറ്റ്, മറ്റൊന്ന് ഈഗോ, മറ്റൊന്ന് സൂപ്പർ ഈഗോ. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ചിന്താഗതികളും ഒക്കെ നിയന്ത്രിക്കപ്പെടുന്നത് ഒറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതെന്താണ്? എൻ്റെ സെക്ഷുവൽ ഐഡൻറ്റിറ്റിയാണ്. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത് എവിടെയാ? ഈ ഒരു കാര്യത്തിലാണ്. ഞാൻ കുറച്ചു നേരം ഒരു യൂത്ത് എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്, പക്ഷെ അത് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഐഡൻറ്റിറ്റിക്ക് മാറ്റം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ജെൻഡർ ഐഡൻറ്റിറ്റി ഒരു വലിയ പ്രശ്നമാകുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാ ജോലെ? എന്തുകൊണ്ടാണ് ജെൻഡറിന് ഒരു വലിയ പ്രശ്നം വരുന്നത്? ഇന്ന് നമ്മൾ നോക്കി, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഒറ്റ വാക്ക് ജെൻഡറാണ്, അല്ലേ? പണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ ഒന്നെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ. പക്ഷെ ഇന്ന് പറയുമ്പോൾ എന്ത് പറയണം? പുരുഷൻ, സ്ത്രീ, അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രാൻസ്ജെൻഡർ, പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കണം, അല്ലേ? എന്ത് പറയണം എന്നറിയാത്ത ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇത് വന്നത്? ഇത് വന്നതിൻ്റെ കാരണം മനുഷ്യനെക്കുറിച്ച് ശരിയായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഈ ബോധ്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ബോധ്യമില്ലാത്തതിൻ്റെ കാരണം മനുഷ്യന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്ന സ്വാതന്ത്ര്യം വന്നതുകൊണ്ടാണ്. ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ് വന്നേ? അതിന് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് സിഗ്മണ്ട് ഫ്രൂയിഡ്. ഞാൻ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ, ഇതാണ് പ്രശ്നമെങ്കിൽ, നമ്മുടെ സഭയിൽ ഇങ്ങനെ ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നാ പ്രശ്നം എന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, വിശുദ്ധ ജീവിതത്തിന് വലിയ പ്രാധാന്യമൊന്നും വേണ്ട. കല്യാണം ഒരാളായിട്ട് മാത്രമേ പാടുള്ളൂ എന്നുള്ള ചിന്താഗതി മാറും. ഒരാണിന് അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന കണക്കൊക്കെ അങ്ങ് മാറ്റിവെക്കുക, എന്നിട്ട് ഒന്നിലധികമാകുക. ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പോലും എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡിവോഴ്സ് കൂടുന്നത്? അതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് പ്രശ്നം. ഏതാ പ്രശ്നം? മാൻ ഈസ് ഐഡൻറ്റിഫൈഡ് ബിക്കോസ് ഓഫ് വാട്ട് ഹി ഡസ്, നോട്ട് ബിക്കോസ് ഓഫ് ഹൂ ഹി ഈസ്. അതുകൊണ്ട് വലിയ പ്രശ്നം തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത്, മനുഷ്യൻ ഒരു സാമ്പത്തിക ജീവിയാണ്, എക്കണോമിക് ബീയിങ്. ഇതൊരു പ്രശ്നമാണ്, അല്ലേ? മനുഷ്യൻ ഒരു സാമ്പത്തിക ജീവിയാണ് എന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായിട്ട് അവൻ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അവൻ്റെ ലക്ഷ്യം എന്താണ്, അവന് വേണ്ടിയുള്ള പാർപ്പിടം ഉണ്ടാക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഇതിൻ്റെ പ്രശ്നം എന്താ? ഈ പ്രശ്നം നമ്മുടെ സഭയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ ഒരു ചിന്താഗതി വന്ന പ്രശ്നം ഉണ്ടാവുമോ? പ്രശ്നമേ ഉണ്ടാകുകയുള്ളൂ. എന്തായിരിക്കും പ്രശ്നം? പ്രശ്നം ഇതാ, വേറൊന്നുമല്ല. സാമ്പത്തിക ഘടന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെയൊക്കെ അളക്കാൻ തുടങ്ങും. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ അളക്കാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ സഭയിലുള്ള ഒരു വിശ്വാസിക്ക് എന്ന് പറഞ്ഞാൽ, നമ്മുടെ അത്രയും പണമില്ലാത്തൊരു വിശ്വാസിയെ നമ്മൾ എങ്ങനെയായിരിക്കും കാണുന്നത്? ഏറ്റവും താഴ്ന്നായിരിക്കും കാണുന്നത്. എന്തുകൊണ്ടത് സംഭവിക്കുന്നതെന്നറിയാമോ? ഞാൻ പറയട്ടെ, ഇതൊരു കാര്യം യാഥാർത്ഥ്യമാണ്. ഇതറിയണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ഇവിടുത്തെ കാര്യമല്ല, പൊതുവായിട്ടുള്ള കാര്യമാണ്. സിമ്പിളായിട്ട് പറയാം. ഈ ഓരോ സംഭാവനകൾ വരത്തില്ലേ, ആ സമയത്ത് സംഭാവനകളൊക്കെ എഴുതി വെക്കാറില്ലേ? എഴുതി വെക്കണ സമയത്ത് ഒരാൾ പറയുന്ന തുകയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ചിന്താഗതി എന്താണെന്നൊന്ന് നോക്കിയാൽ മതി. ഒരു പക്ഷേ നമ്മളിങ്ങനെ ചോദിക്കും, അയ്യോ ഇതെന്തിനാ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നേ? ഇത് പഠിക്കുന്നതിന് കാരണമുണ്ടേ, വേറൊന്നും കൊണ്ടല്ല. ഈ തെറ്റായ ചിന്താഗതി നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നമ്മൾ ഒരിക്കലും നമ്മുടെ കൂട്ടുവിശ്വാസിയോട് മര്യാദയ്ക്ക് പെരുമാറാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു, യന്ത്രമായിട്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് മാത്രം പ്രാധാന്യം ഉണ്ടാവും, ആ വ്യക്തിക്ക് പ്രാധാന്യം ഉണ്ടാവത്തില്ല.
അവൻ്റെ ഐഡൻറ്റിറ്റിയെ നമ്മൾ കാണുന്നത് അവൻ ചെയ്യുന്ന ജോലിയോടുള്ള ബന്ധത്തിൽ മാത്രമായിട്ട് മാറും. അതുകൊണ്ട് അവന് വലിയ പ്രാധാന്യം ഉണ്ടാവത്തില്ല. അവൻ തരുന്ന പൈസയ്ക്കാ പ്രാധാന്യമെങ്കിൽ അവൻ്റെ പൈസയ്ക്കാ പ്രാധാന്യം, അവനല്ല പ്രാധാന്യം. അവൻ്റെ ജെൻഡറിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അവിടെയും പ്രശ്നമാണ്. എന്താ പ്രശ്നം? കർത്താവിൻ്റെ സന്നിധിയിൽ സ്ത്രീയൊന്നും പുരുഷനെന്നും വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ത്രീ ഇങ്ങനെ, പുരുഷൻ ഇങ്ങനെ. വേർതിരിവ് വന്നു കഴിഞ്ഞാൽ കർത്താവ് വേർതിരിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. കർത്താവ് വേർതിരിച്ച് എന്തിനു വേണ്ടിയിട്ടാ? കർത്താവ് പറഞ്ഞിട്ടുണ്ട് സ്ത്രീയുടെ സ്ഥാനം എവിടെയാണ്, പുരുഷന്റെ സ്ഥാനം എന്താണ് എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയോടുള്ള ബന്ധത്തിലുള്ള ഓരോ കാര്യങ്ങളും, ഫങ്ഷനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ, ഉത്തരവാദിത്തത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ, അതിന് വിവേചനമുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് ആരാ? മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? കേട്ടില്ല? ആദാം. അപ്പം എൻ്റെ ചോദ്യം, ഹവ്വേനെ ദൈവം അവൻ്റെ ഛായയിൽ അവൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതല്ലേ? ഹവ്വയെ ദൈവം ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതാണോ? നമുക്കൊരു വാക്യം പെട്ടെന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, അതിൻ്റെ 27-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതായ കാര്യം പറയുകയാണ്. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, പിന്നെ അവൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത്. പിന്നെ പറയുകയാണ് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും ആർക്കൊക്കെ ഉണ്ട്? സ്ത്രീക്കുമുണ്ട്, പുരുഷനും ഉണ്ട്. അപ്പോ ഈ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവളാണ് എന്ന ചിന്താഗതി വന്നില്ലെങ്കിൽ, ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതായ ജെൻഡർ ഐഡന്റിറ്റി വെച്ചുള്ള ഒരു കളി സഭയ്ക്കകത്തും വരും. ഇനി ഞാൻ മുന്നോട്ട് പോവുക. അടുത്ത് നമ്മൾ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടിനുള്ള ബന്ധത്തിൽ. അടുത്തത് മനുഷ്യൻ വിധിയുടെ ഇരയാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അപ്പം പറയും അത് എൻ്റെ തലവരയാ. നമ്മളിന്ന് ഇങ്ങനെയായി പോയേ, തലവിധിയാ. അങ്ങനെ ഒരു കാര്യം വേദപുസ്തകത്തിൽ ഇല്ല. പക്ഷെ ഇത് ഉള്ള ഒരു ചിന്താഗതിയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭയിൽ ഇങ്ങനത്തെ ചിന്താഗതി ഉണ്ടോ? ഉണ്ട്. ഇവിടുത്തെ കാര്യമല്ല, പൊതുവായുള്ള കാര്യം. ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ പറയും അത് എൻ്റെ വിധിയാണ്, ഇതാർക്കും മാറ്റാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ ഒരു ചിന്താഗതി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ലോകക്കാരുടെ ചിന്താഗതികളെ നമ്മളും എന്ത് ചെയ്തിരിക്കുക? കടം എടുത്ത് വെച്ചിരിക്കുക. ഇത് ലോകക്കാരുടെ ചിന്താഗതിയാണ്, നമ്മുടെ ചിന്താഗതിയല്ല. വേദപുസ്തകത്തിന്റെ ചിന്താഗതിയല്ല. പക്ഷെ ഈ ചിന്താഗതി അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്കും വന്നിട്ടുണ്ട്. ഇത് പ്രശ്നമുള്ള ഒരു ചിന്താഗതിയാണ് എന്നും കൂടിയും നമുക്ക് ചിന്തിക്കട്ടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ പ്രശ്നമാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഞാൻ വിധിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നതാ എന്ന് ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും? താഴെ കൊടുത്തിട്ടുണ്ട്, എൻ്റെ സിറ്റുവേഷനാണ് കാരണം. ഞാൻ പറയും എന്തുകൊണ്ടാണ് മോനെ നീ ഇങ്ങനെ ആയിപ്പോയേ? പറയും എൻ്റെ സിറ്റുവേഷനാണ് കാരണം, എൻ്റെ കുടുംബം ഇങ്ങനെയായിരുന്നു, എൻ്റെ ഡെസ്റ്റിനി ഇങ്ങനെയാ. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയായി പോയേ? അയ്യോ ഞങ്ങൾ വന്ന് കുടുംബജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നേ, അതുകൊണ്ടാണ് ഇങ്ങനെയായി പോയേ. മോനെ നീ എന്താ ഇങ്ങനെയായി പോയേ? അയ്യോ അതിൻ്റെ കാരണം ഞങ്ങൾ വളർന്നതായ ആ സാഹചര്യം അങ്ങനെയായിപ്പോയി. സാഹചര്യത്തെ പഴിക്കുന്ന ഒരാൾ
ദൈവത്തെ അനുസരിക്കാനായിട്ട് സാഹചര്യത്തെ പഴിക്കുന്ന ഒരാൾ, ദൈവത്തെ അനുസരിക്കാതിരിക്കാനായിട്ട് സാഹചര്യത്തെ കൂട്ടുപിടിക്കുന്ന ഒരാൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അറിയാതെ ചെയ്യുന്നത് മനുഷ്യൻ വിധിയുടെ ഇരയാണ്. ഇതാ നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ഒരു ചിന്താഗതിയും കൂടി പറഞ്ഞ് ഞാൻ പോട്ടെ. മനുഷ്യൻ സ്വതന്ത്ര ജീവിയാണ്. മാൻ ഈസ് എൻ ഇൻഡിപെൻഡന്റ് ബീയിങ്. ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാൻ ഈസ് എൻ ഇൻഡിപെൻഡന്റ് ബീയിങ്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ ടീച്ചർമാർ പറയും, അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കിയിരിക്കുക, അല്ലേ? കളിക്കാൻ പോയി കഴിഞ്ഞാൽ PT സാറ് പറയും, അങ്ങനെയല്ല കളിക്കേണ്ട, ഇങ്ങനെ കളിക്കണം. എവിടെ നോക്കിയാലും സ്വാതന്ത്ര്യമില്ല, അല്ലേ? വീട്ടിൽ വന്ന് മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പപ്പയും മമ്മയും പറയും, സ്കൂൾ വിട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പഠിക്കണം. അടങ്ങിയിരിക്കാൻ അവിടെയും സമ്മതിക്കില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യമില്ല, അല്ലേ? ഉണ്ടോ? ഇല്ല. അപ്പൊ സ്വാതന്ത്ര്യമില്ല. പക്ഷേ അങ്ങനെ വരുമ്പോഴാ പറയുന്നേ, മനുഷ്യൻ ആരാണ്? മനുഷ്യൻ സ്വതന്ത്ര ജീവിയാണ്. ഇത് തെറ്റായ ചിന്താഗതിയാണ്. ഇതും കൂടിയും ഒരു തെറ്റായ ചിന്താഗതിയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാമോ? ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തായിരിക്കും? പ്രശ്നം ഇവിടെയുള്ള ഒരാൾക്കും എന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാനൊരു സ്വതന്ത്ര ജീവിയാണെന്ന് ഞാൻ വിചാരിക്കുന്നിടത്തോളം ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? എന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് ഒരാൾക്ക് പോലും പറ്റത്തില്ല. കാരണം ഞാൻ തീരുമാനിക്കും ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന്. അതിന് ഒരാൾക്കും എന്നെ ചോദ്യം ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഒരു കാര്യം പറയട്ടെ, സഭയിൽ ഈ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടു സഹോദരനെ നോക്കിയിട്ട് സഹോദര തെറ്റാട്ടോ ചെയ്യുന്നതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ അംഗീകരിക്കാനൊട്ട് പോകുന്നുമില്ല. ഓക്കെ, അപ്പം ഇതുവരെ നമ്മൾ തെറ്റായ കുറേ ചിന്താഗതികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയുമുണ്ട്, അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞു പോട്ടെ. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ഇതിൽ ശരിയുണ്ടോ? ഉണ്ടോ? ഒരു പരിധി വരെ ശരിയുണ്ട്, ഒരു പരിധി വരെ ശരിയുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞ് മുന്നോട്ട് പോകാം. സഭയിലുള്ള ആരൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവർ? എല്ലാവരും. നമ്മൾ അവസാനമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരനോടോ സഹോദരിയോടോ എപ്പോഴവസാനമായിട്ട് പറഞ്ഞേ, സഹോദര താങ്കൾ ഇവിടെ എൻ്റെ കൂടെ ഉള്ളതാ ഞങ്ങളുടെ ബലം. സഹോദരി ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ഇവിടെ വരുന്നു എന്നുള്ളതാ ഞങ്ങളുടെ ബലം. ഒരു കാര്യം പറയട്ടെ സഹോദരനില്ലെങ്കിൽ ഞാൻ ഉണ്ടായിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മൾ പറയും നമ്മുടെ സഭ എന്നുള്ളത് ശരീരമാണ്. ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് നമ്മളൊക്കെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാ? ഏറ്റവും പ്രധാനപ്പെട്ട അവയവം പറഞ്ഞോ? തലയില്ലെങ്കിൽ പ്രശ്നമാണ്. തലയുണ്ടായിട്ട് ഇതില്ലെങ്കിലോ? പോയില്ലേ? ഇനി തലയുണ്ട് ഇതുമുണ്ട്, പക്ഷെ ഇവിടെ കിടക്കുന്ന രണ്ട് സാധനം ഉണ്ടല്ലോ, കിഡ്നി എന്നുള്ള സാധനം, പോയില്ലേ? ഒരെണ്ണം പോലും മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ തിരിച്ചു ചോദിക്കട്ടെ, നമ്മുടെ സഭയിൽ ഓരോ വിശ്വാസികളും അതുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് ശരിക്കും ചിന്തിക്കുന്ന എത്ര പേരിവിടെ ഉണ്ട്? എന്നോട് ഉത്തരം പറയണ്ട, ദൈവത്തോട് ഉത്തരം പറയാ, നിങ്ങളോട് ഉത്തരം പറയാ. എത്ര പേര് യഥാർത്ഥത്തിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ട്? ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും, ഇവിടെ ഇരിക്കുന്ന ആ കുഞ്ഞു മുതൽ അവസാനം വരെയുള്ള ആ മകൻ വരെ
ഈ സഭയിലെ ഏറ്റവും പ്രയോജനപ്പെട്ടവരാണ്. അവരില്ലാതെ പറ്റില്ല എന്ന് വിചാരിക്കുന്ന എത്ര പേര് എന്നിലും നിങ്ങളിലും ഉണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ സഭകളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എന്ന ഭാവം മേലെ വരുന്നത്. അതിൻ്റെ കാരണം ശരിയായി മനുഷ്യനെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന ചിന്താഗതി വരുന്നത്. അതിൻ്റെ കാരണം എനിക്ക് ശരിയായിട്ട് മനുഷ്യനെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിയേണ്ടതുപോലെ മനുഷ്യനെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? സഭയിൽ ഒരു സഹോദരൻ വീഴുന്നു എന്ന് തോന്നുമ്പോൾ അവനെ ഒന്ന് താങ്ങാൻ നിൽക്കാത്തത്. അതിൻ്റെ കാരണം ശരിയായിട്ട് മനുഷ്യനെ അറിയാത്തത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, എൻ്റെ അവയവങ്ങളൊന്നും തന്നെ ഒരു ചെറിയ രീതിയിൽ പോലും ഒരു പ്രശ്നത്തിൽ അകപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭയിലുള്ള ഒരു വിശ്വാസിയെങ്കിലും താഴെ പോകുന്നു എന്ന് കാണുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്നവരായിട്ട് ഞാനും നിങ്ങളും എപ്പോഴേലും തീർന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മറന്നു പോകണ്ട, ഈ പറഞ്ഞ ഏതോ കാര്യത്തിൽ നമ്മളും പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് മാറ്റി ചിന്തിക്കാൻ നമുക്ക് ഇടയാകട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ തെറ്റായ ചിന്താഗതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മനുഷ്യനെക്കുറിച്ച് തെറ്റായ ആൾക്കാർ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതിൽ എന്ത് ചിന്താഗതിയായി ഞാനും നിങ്ങളും വെച്ച് പുലർത്തുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾക്കറിയാം. അതിനോട് കൂടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ദൈവവചനം പറയുന്നത്? മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മുടെ ജോയൽ പറഞ്ഞു, എന്നോട് ചോദിച്ചാൽ ഞാൻ ഏറ്റവും ആദ്യം പറയും ഞാൻ ദൈവത്തിൻ്റെ ഒരു മകനാണ്, അല്ലേ? പക്ഷെ നമുക്ക് അതിനു മുൻപ് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യാദൃച്ഛികമായിട്ട് മനുഷ്യൻ ഉണ്ടായവനല്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ യാദൃച്ഛികമായിട്ട് ഇവിടെ ഉണ്ടായി വന്നവനല്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ഇവിടെ ഉള്ളതിന് ഒരു കാരണമുണ്ട്. ഇനി ഞാൻ ഒരു ചോദ്യം അതിനോട് ചേർത്ത് ചോദിച്ചു പോവാം. മനുഷ്യൻ ഇവിടെ വന്നത് യാദൃച്ഛികമായിട്ടല്ലെങ്കിൽ, ഞാനും നിങ്ങളും ഇവിടെ യാദൃച്ഛികമല്ലെങ്കിൽ, ഞാനും നിങ്ങളും ഇവിടെ എന്തിനാ? ഓക്കെ, ചിന്തിക്കാനായിട്ടാണേ. ഞാൻ അതിൻ്റെ ഉത്തരങ്ങൾ പിന്നീട് പറയും. ഞാനും നിങ്ങളും ഇവിടെ യാദൃച്ഛികമല്ലെങ്കിൽ, ഞാനും നിങ്ങളും പിന്നെ എന്തിനാ ഇവിടെ? ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ കുഞ്ഞുങ്ങളിവിടെ ഉണ്ടല്ലോ. നിങ്ങളുടെ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങളുടെ പഠനം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? വൈ ആം ഐ ഹിയർ? ഞാൻ എന്തിന് ഇവിടെ? എന്നെ എന്തിനാ ദൈവം ഇവിടെ ആക്കിയത്? എന്താ ദൈവത്തിൻ്റെ ലക്ഷ്യം? കാരണം സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള ലക്ഷ്യമുള്ളത് ദൈവത്തിനാണ്. ഞാനല്ല എൻ്റെ തീരുമാനം എടുക്കേണ്ടത്. ദൈവമായിരിക്കണം എനിക്ക് വേണ്ടി കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെന്ന് വീഴുന്നത് വലിയ പ്രശ്നത്തിലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് കേട്ടെ. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് 2 വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യവും അതിൻ്റെ കൂടെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം ചേർന്നൊന്ന് വായിക്കാം. ഉൽപ്പത്തി 1:1 അറിയുന്ന വാക്യമാണ് അല്ലേ? ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇനി എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞില്ല, കുറച്ചും കൂടി ഉണ്ട് അതിനകത്ത്. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കി ഇരിക്കുന്നു. അപ്പൊ ദൈവം എന്തിനാ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്? എന്തിനാ സൃഷ്ടിച്ചത്? ആ വാക്യത്തിന് അടിസ്ഥാനം നമുക്കറിയാം. അത് രക്ഷയുള്ള ബന്ധത്തിലാണ്. ഞാൻ രക്ഷയുള്ള ബന്ധത്തിൽ ഞാൻ പിന്നീട് ചിന്തിക്കാം. പക്ഷെ ഇപ്പോൾ ആ വാക്യം ചേർത്തൊന്ന് ചിന്തിച്ചാൽ
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നിട്ട് അതിന് കൂടെ പറയുകയാണ് എഫേസ്യർ 2-ാം 10-ാമത്തെ വാക്യത്തിൽ, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? സൽപ്രവൃത്തികൾക്കായിട്ടാണ്. ഈ സൽപ്രവൃത്തികൾ ഞാൻ എങ്ങനെയാ ചെയ്യണ്ടേ? എങ്ങനെ ഞാൻ സൽപ്രവൃത്തി ചെയ്യണം? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അടിസ്ഥാനമായിട്ട്. എന്തുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അടിസ്ഥാനത്തിലായിരിക്കണമെന്ന്? കാരണം ദൈവമാ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളെ സൃഷ്ടിച്ചത്. അതിൻ്റെ കൂടെ ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു എന്നാണ് വായിച്ചേ, അല്ലേ? അത് ചെയ്യാനായിട്ട് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. എന്നെ ദൈവം സൃഷ്ടിച്ചത് സൽപ്രവർത്തിക്കാണെന്ന് മാത്രമല്ല, ഞാൻ എന്തു ചെയ്യണം എന്നും കൂടിയും നേരത്തെ തീരുമാനിച്ചു വെച്ച ഒരു സൃഷ്ടിതാവ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായിട്ട് തീരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാനിങ്ങനെ ചോദിക്കട്ടെ, എത്ര പേർക്ക് ഉറപ്പുണ്ട് നമ്മൾ ചെയ്യുന്നത് ദൈവം ഉദ്ദേശിച്ച കാര്യമാണെന്ന്? എന്നോട് ഉത്തരം പറയണ്ട, നിങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ച കാര്യമാണ് ചെയ്യുന്നതെന്ന് എത്ര ഉറപ്പോടെ നിങ്ങൾക്ക് പറയാൻ കഴിയും? അതോ പൗലോസ് പറയുന്ന പോലെ ചെയ്യരുതെന്ന് വിചാരിച്ചതാ, പക്ഷെ അങ്ങ് ചെയ്തു പോവുക, അങ്ങനെയാണോ? നമ്മളെ ദൈവം സൃഷ്ടിച്ചതാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ സൃഷ്ടിതാവ് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെ പാലിച്ച് സൃഷ്ടിതാവിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നവരാകണം. അത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെറുതെയാ. ഇനി ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും ജോലി തന്നത് എന്തിനാ? ഇവിടെ കുറച്ച് പേര് ജോലിക്ക് പോകുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കട്ടെ, എന്തിനാ ദൈവം നമുക്ക് ജോലി തന്നേ? കേട്ടില്ല. ഉപജീവനത്തിന് വേണ്ടി. എന്തിനാ നമുക്ക് ജോലി തന്നേ? നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി, സൽപ്രവൃത്തിക്ക് വേണ്ടി. ദൈവം എന്തിനാ എന്നെ ഞാനായിരിക്കുന്ന സ്ഥലത്ത് ആക്കിയത്? സൽപ്രവൃത്തിക്ക് വേണ്ടി. ദൈവം എന്തിനാ എനിക്ക് ഞാൻ പോലും വിചാരിക്കാത്ത ഉപാധികൾ തന്നത്, റിസോഴ്സുകൾ തന്നത്? അതും സൽപ്രവൃത്തിക്ക് വേണ്ടിയാ. ദൈവം എന്തിനാ ഞാൻ പഠിക്കുന്ന എൻ്റെ സ്കൂളിൽ എന്നെ ആക്കിയത്? സൽപ്രവൃത്തിക്ക് വേണ്ടിയിട്ടാ. ദൈവം എന്തിനാ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ IT ഫീൽഡിൽ എന്നെ അവിടെ ആക്കിയത്? സൽപ്രവൃത്തിക്ക് വേണ്ടിയിട്ടാ. ദൈവം എന്തിനാ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എന്നെ ആക്കിയത്? സൽപ്രവൃത്തിക്ക് വേണ്ടിയിട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, നമ്മുടെ സമൂഹത്തോട് നമുക്ക് എന്തെങ്കിലും കടപ്പാടുണ്ടോ? ഉണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ സഭയോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ കൂട്ടു സഹോദരങ്ങളോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ സഹപാഠികളോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. വേലക്കാരോടും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം മറന്നു പോകുന്ന ഒരനുഭവം ഒരിക്കലും ആർക്കുണ്ടാകരുത്. ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്ന നമുക്ക് ഉണ്ടാകരുത്. അത് മറന്നു പോകുന്നൊരു അനുഭവം വന്നാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യത്തില്ല? ഞാനിങ്ങനെ ചോദിക്കട്ടെ, നമ്മൾ ആരാധനയോഗത്തിന് വന്നുകൊണ്ടിരിക്കുകയെന്നിരിക്കട്ടെ. ആരാധനയോഗത്തിന് വരുന്ന വഴിക്ക് എനിക്കറിയാം ചിലർക്ക് ആക്സിഡൻറ്റ് കാണുന്നത് വിഷമമാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരാളെ നമ്മൾ ഒരു അപകടസ്ഥിതിയിൽ കണ്ടു, ആ ആളെ രക്ഷിക്കാൻ ആരും നിൽക്കുന്നില്ല. ആരാധനയ്ക്ക് സമയമായി,
നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? വേഗം ആരാധനയ്ക്ക് വരുമോ, അതോ ആ ആളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമോ? ഹോസ്പിറ്റലിൽ എത്തിക്കണം. കർത്താവിന് ആരാധന എന്നുള്ളത് നമ്മൾ പറയുന്ന വാക്കിലല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും കൂടിയാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ബ്രദറൻകാരായ നമുക്കുള്ള ഒരു പ്രത്യേകത എന്നുള്ളത്, നമ്മൾ ഈ പറഞ്ഞ സൽപ്രവൃത്തിയൊക്കെ വേറെ ആർക്കോ കൊടുത്തിരിക്കുക. അതുമായിട്ട് നമുക്ക് യാതൊരു വിധമായ ബന്ധവുമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ വേദപുസ്തകം നമ്മളെ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. തീത്തോസിന്റെ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ തീത്തോസിന്റെ ലേഖനം മുഴുവനും പറയാൻ പോകുന്ന ഒറ്റ കാര്യം, സൽപ്രവർത്തിക്ക് വക പ്രാപിച്ച് തികയാനായിട്ട് തിമോത്തിയോസിനോട് പറഞ്ഞത് അതൊന്നും കൂടി ആവർത്തിച്ചിട്ട് തീത്തോസിനോട് പറയാ, സൽപ്രവൃത്തി ചെയ്യാൻ നീ അവരെ പഠിപ്പിക്കണം. തീത്തോസിനോട് പറഞ്ഞ ഒറ്റ കാര്യം ഇതാ. തീത്തോസെ, ക്രേത്തിലുള്ള വിശ്വാസികളോട് നീ പറഞ്ഞു കൊടുക്കേണ്ട ഒറ്റ കാര്യം എന്താണെന്നറിയാമോ? സൽപ്രവൃത്തിക്ക് വക പ്രാപിച്ച് തികഞ്ഞവനായ തിമോത്തിയോസിനെ പോലെ ഇവിടെയുള്ളവരും എന്ത് ചെയ്യണം? വക പ്രാപിച്ച് തികഞ്ഞവരായിട്ട് പ്രവർത്തിക്കണം. അതിനു വേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം എന്നെ സൃഷ്ടിച്ചതാണെന്ന് പറയുമ്പോൾ ലക്ഷ്യബോധമില്ലാത്തതായ ഒരു സൃഷ്ടിതാവല്ല എൻ്റെ സൃഷ്ടിതാവ്. എന്നെ സൃഷ്ടിച്ചപ്പോൾ ലക്ഷ്യബോധ്യത്തോടുകൂടെയാ സൃഷ്ടിച്ചത്. അവനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് എൻ്റെ കടമയാണ്. മുന്നോട്ട് പോകട്ടെ. ഇനിയും അടുത്തത്, മനുഷ്യൻ ആരാണ്? സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലേക്കൊക്കെ വരും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ എന്നെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആരൊക്കെ അതിൽ പെടും? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ത്രീയും പുരുഷനും അതിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന സെയ്റ അതിൽ പെടുമോ? പെടും. എല്ലാവരും അതിൽ പെടും അല്ലേ? ഓക്കെ, ഞാൻ ഇനി ഒരു കാര്യം പെട്ടെന്ന് തിരിച്ച് ചോദിക്കാൻ പോവാ. നമ്മുടെ കുടുംബ ജീവിതത്തിലെ ശരിക്കും പറഞ്ഞ ഭാര്യ, ഭർത്താവ്, മക്കള്, അപ്പൻ, അമ്മ അല്ലേ? ഇതാണ് നമുക്കുള്ള ബന്ധങ്ങൾ. ശരിക്കും നമ്മൾ ആ ബന്ധങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കാണുന്നത് ഭാര്യ, ഭർത്താവ്, മക്കള്, അപ്പൻ, അമ്മ. ഇങ്ങനെയാണെങ്കിൽ ഞാനും ലോകത്തുള്ള മറ്റുള്ളവരും ഒരു വ്യത്യാസവും ഇല്ലാത്തവരാ. പക്ഷേ ഞാൻ എപ്പോഴാണോ എൻ്റെ ഭാര്യയെ കർത്താവിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കാണുന്നത്, അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഞാൻ ജീവിക്കേണ്ടതുപോലെ ജീവിക്കാനായിട്ട് തുടങ്ങുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഞാൻ പറഞ്ഞ ആശയം ഇങ്ങനെയാണ്: എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയാകുന്നേക്കാൾ മുൻപ് കർത്താവിൻ്റെ സൃഷ്ടിയാണ്, കർത്താവിൻ്റെ മകളാണ്. അപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ പറയുന്ന ഓരോ വാക്കും എൻ്റെ കർത്താവിൻ്റെ സൃഷ്ടിയോട് പറയുന്ന വാക്കാണ്, എൻ്റെ കർത്താവിൻ്റെ മകളോട് പറയുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ടേ എൻ്റെ ഭാര്യയാകുന്നുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ്, അതുപോലെ തന്നെ എൻ്റെ മക്കള്, അതുപോലെ തന്നെ എൻ്റെ അപ്പനും അമ്മയും. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്താഗതി നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുമോ? എന്നോട് ഉത്തരം പറയണ്ട, ചോദിച്ചാൽ മതി. ഈ ഒരു ചിന്താഗതി യഥാർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും ഭരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകുമോ? ഉണ്ടാക്കാനായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്നോട് ഉത്തരം പറയണ്ട, ചിന്തിച്ചാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ
അത് നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. വെയിറ്റ് ചെയ്യേണ്ട. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, എനിക്ക് എൻ്റെ പപ്പയും മമ്മയും ദൈവം തന്നെങ്കിൽ ആ പപ്പയും മമ്മയും ദൈവം സൃഷ്ടിച്ച് എനിക്ക് വേണ്ടി എൻ്റെ പപ്പയും മമ്മയാക്കി തന്നത് എൻ്റെ കർത്താവാണെന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ ആദ്യം കർത്താവിന് നന്ദി പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, എൻ്റെ പപ്പയോടും മമ്മയോടും സംസാരിക്കാം. എൻ്റെ മക്കളെ എനിക്ക് ദൈവം തന്നതാണ് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ, അവർ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ടെങ്കിൽ, അവരെന്തായി തീരുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവരാരായാലും ദൈവത്തിൻ്റെതാണെന്ന ബോധ്യത്തോടുകൂടെ ആ കുഞ്ഞിനെ എനിക്ക് കാണാൻ കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന രീതിയിൽ ഞാൻ ആ കുഞ്ഞിനെ കാണുന്നുള്ളൂ. ഇനി മനുഷ്യനാരാ? മനുഷ്യന് ഒരു നിത്യ പരിണാമമുണ്ട്, അല്ലേ? നിത്യ പരിമാണമുണ്ട്. ഓക്കെ, എൻ്റെ മലയാളത്തിൽ പ്രശ്നം ഉണ്ടാകും. ഞാനൊരു നല്ല മലയാളി എന്ന് പറഞ്ഞാൽ മലയാളിയാണ്, പക്ഷേ ജീവിച്ചത് മുഴുവൻ തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തമിഴ് എനിക്കറിയാം മലയാളത്തെക്കാളും. അതുകൊണ്ട് ചിലപ്പോൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ തെറ്റിയെന്ന് വരും, ക്ഷമിക്കണം. ഓക്കെ, എന്തായാലും നിത്യത മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും മനുഷ്യനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യന് ഒരു ആത്മാവ് ഉണ്ട്, തീർച്ചയായിട്ടും. പക്ഷേ മനുഷ്യന് ദൈവം കൊടുത്ത ആത്മാവിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ആ പ്രത്യേകത എന്താ? കേട്ടില്ല ചാ, കുറച്ചുകൂടി ഉറക്കെ പറയോ? കേട്ടില്ല. നിത്യതയുണ്ട്. ആ ആത്മാവിന് നിത്യതയുണ്ട്. ഓക്കെ, ആ ആത്മാവിന് നിത്യതയുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അടുത്തൊരു ചോദ്യമുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിന് നിത്യതയുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു ശരീരമുണ്ട്, അല്ലേ? ഈ ശരീരം ദൈവം നമുക്ക് എന്തിനു വേണ്ടി തന്നതാ? ഈ ഭൂമിയിൽ ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞിട്ട് അടുത്തൊരു ജീവിതം കൂടി ദൈവം നമുക്ക് തരുന്നുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെടേണ്ട ഒരു ശരീരം കൂടിയായി ഇത് എന്ന് പറഞ്ഞാൽ, നിത്യതയുള്ള മനുഷ്യന് ദൈവം താൽക്കാലികമായി ജീവിക്കാനായിട്ട് ഇവിടെ അനുവദിച്ചിരിക്കുന്ന ഈ ശരീരം എങ്ങനെ സൂക്ഷിക്കണം? വിശുദ്ധിയോടുകൂടെ സൂക്ഷിക്കണം. ഞങ്ങൾ സാധാരണ കോളേജിൽ ഇങ്ങനെ പറയാറുണ്ട്, പ്രേ എവറി ഡേ സോ ദാറ്റ് യു ക്യാൻ ലീവ് ആൻഡ് ബാത്ത് എവറി ഡേ സോ ദാറ്റ് അതേഴ്സ് ക്യാൻ ലീവ്. എന്നും പ്രാർത്ഥിക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് ശക്തരായി ജീവിക്കാൻ കഴിയും. എന്നും കുളിക്കണം, കാരണം മറ്റുള്ളവരൊന്ന് ജീവിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, നമുക്ക് ഇംഗ്ലീഷിൽ നമുക്കൊരു ചൊല്ലുണ്ടല്ലേ, ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്. ദൈവവചനത്തിൽ ഭക്തി എന്ന് പറയുന്ന ഭാഗത്തൊക്കെ ഒരു കാര്യം കൂടെ കാണും. എന്താണെന്നറിയാമോ? ശുദ്ധീകരണം, അല്ലേ? വിശുദ്ധീകരണം. പഴയ നിയമം നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ എല്ലായിടത്തും എന്തുണ്ട്? ലേവ്യ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അവിടെ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, അവരെ പോലെ നിങ്ങൾ ആകരുത്, കാരണം നിങ്ങളുടെ ദൈവം വിശുദ്ധനാ, അതുകൊണ്ട് നിങ്ങളും വിശുദ്ധരാകണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷിക്കുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടായിരിക്കണം. എന്താ കാരണം എന്നറിയാമോ? നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടേണ്ട നമ്മളുടെ ശരീരം അത് കൃത്യമായി സൂക്ഷിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ശരീരത്തിന് പ്രാധാന്യമുണ്ടോ? പ്രാധാന്യമുണ്ട്. ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്തത്, മനുഷ്യൻ ശരീരവും ആത്മാവും സാമൂഹികവുമായി ഏകീകൃത സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ, മനുഷ്യന് ശരീരമുണ്ട്, ആത്മാവുണ്ട്, അവൻ സമൂഹത്തിൽ ജീവിക്കേണ്ടവനാണ്. അങ്ങനെ അവനെ ഒരുമിച്ച ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം പിന്നീട് ഞാൻ ആവർത്തിക്കാം. ഓക്കെ, മുന്നോട്ട് പോകട്ടെ. ഇനി അടുത്തത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ അർത്ഥം ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുമ്പോഴാണ്.
ഞാനതാ പറഞ്ഞ നേരത്തെ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ ഞാൻ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ കയ്യിൽ ഒരു സാധനം ഇവിടെ തന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് സ്ലൈഡ് മാറ്റാനായിട്ടുള്ളതാണ്, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? ഇത് സ്ലൈഡ് മാറ്റാനായിട്ടുള്ളതാണ്. ഇനി ഞാനിങ്ങനെ വിചാരിക്കുക, ഇതിനകത്ത് നല്ല വെട്ടമുണ്ട്, എനിക്കിങ്ങനെ വെട്ടം അങ്ങനെ അടിച്ച് ഇങ്ങനെ നടക്കാൻ നല്ല സാധനമാണ്. ഇത് ചെയ്തുകൊണ്ടിരുന്ന ജോയൽ എനിക്ക് തന്ന ആശയത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ? ഇല്ല, അല്ലേ? ഞാനിത് എന്നോട് പറഞ്ഞത് സ്ലൈഡ് മാറ്റാനാണ്, അതിന് പകരം ഞാൻ ഈ സാധനം വെച്ച് ഇതിൻ്റെ ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ഇത് വെച്ച് ഇങ്ങനെ മാത്രം ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ കണ്ണിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, അതിൻ്റെ അർത്ഥം ഞാൻ ഈ സാധനത്തിൻ്റെ ഉദ്ദേശിച്ച കാര്യം ചെയ്യാതെ ചുമ്മാ ഉപയോഗിക്കുക. ഞാനിത് പറഞ്ഞതിൻ്റെ ആശയം, പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയാ ജീവിക്കുന്നതെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്? എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ശരിയായിട്ട് എനിക്ക് ബോധ്യമുണ്ടെന്ന പൂർണ്ണ ധൈര്യം പറയാൻ എത്ര പേർക്ക് ഇവിടെ കഴിയും? എന്നോട് ഉത്തരം പറയണ്ട, ചോദിച്ചാൽ മതി. കുടുംബം ദൈവം നമുക്ക് തന്നതാ, ജോലി ദൈവം നമുക്ക് തന്നതാ, ആരോഗ്യം ദൈവം നമുക്ക് തന്നതാ, ദൈവം തരാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ ഉദ്ദേശം സാധ്യമാവുന്നുണ്ടോ? അതോ എന്തൊക്കെയോ ചെയ്ത് എങ്ങനെയൊക്കെയോ ജീവിച്ച് എങ്ങനെയെങ്കിലും തീർക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇന്ന് രാത്രി നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവേ, നീ എന്നെ സൃഷ്ടിച്ചതാണെങ്കിൽ, നിന്റെ സ്വരൂപത്തിൽ നിന്റെ സാദൃശ്യത്തിൽ നീ എന്നെ സൃഷ്ടിച്ചതാണെങ്കിൽ, നിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയാ സൃഷ്ടിച്ചേ, ആ ഉദ്ദേശത്തിന് ഞാൻ ജീവിക്കുന്നുണ്ടോ കർത്താവേ എന്ന് എനിക്ക് നിങ്ങൾക്കും ചോദിക്കാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ ക്ലാസ്സിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.